അവകാശ സമര പോരാട്ടങ്ങളെ ഈ നാടിന്റെ തെരുവീതികളിൽ ധിക്കാരമെന്നും അഹങ്കാരമെന്നും പറഞ്ഞും അടിച്ചമർത്തപ്പെട്ട ഒരു ആഭ്യന്തര വകുപ്പിന്റെ കാലഘട്ടം ഞങ്ങൾ ഓർക്കുകയാണ് സാർ. സാർ, ഞാനടക്കമുള്ള UDYF-ന്റെ UDSF-ന്റെ നേതാക്കന്മാരുണ്ട്. ഞങ്ങളുടെ പേരുകൾ ഈ നിയമസഭയുടെ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞങ്ങൾ അംഗങ്ങളായിട്ടല്ല സാർ. ഞങ്ങൾ അടക്കമുള്ളവരെ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിലും നിയമസഭയുടെ മുമ്പിലും അവകാശ സമര പോരാട്ടങ്ങളുടെ പേരിൽ ഞങ്ങൾ നടത്തിയ സമരങ്ങളെ അടിച്ചമർത്തിയ ആഭ്യന്തര വകുപ്പിന്റെ കിരാത നടപടികൾക്കെതിരെയുള്ള ഈ സഭയിലെ പ്രസംഗങ്ങളിലാണ് സാർ ഞങ്ങൾ കോട്ട് ചെയ്തിരിക്കുന്നത്. സാർ, ഇവിടെ പറഞ്ഞത് സിസ്റ്റം എററായിരുന്നു എന്നാണ്. ആ സിസ്റ്റം കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സർക്കാരായിരിക്കും സാർ. സാർ, ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, ഇവിടെ വൺമാൻ ഷോകൾ ഉണ്ടാകില്ല, അത് ഉണ്ടാകാൻ അനുവദിക്കില്ല എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന് ചിരിച്ചാൽ ഇവിടെ ഓരോ ദന്തഗോപുരങ്ങളും ഇവിടെ താഴെ വീഴാൻ പോകുന്നില്ല. ജനാധിപത്യ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ പോകുന്നില്ല. കറുത്ത തുണി പൊക്കി കാണിച്ചാൽ എന്താണ് കുഴപ്പം? രണ്ട് കറുത്ത തുണി ഇങ്ങനെ വീശുന്നതല്ലേ, അതിലെന്താണ് ജനാധിപത്യ വിരുദ്ധത എന്ന് ചോദിച്ച ഒരു പാർട്ടി സെക്രട്ടറി ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രി ആയി കഴിഞ്ഞപ്പോ കറുത്ത തുണി പൊക്കിക്കാണിച്ചവരെ പോലീസ് അടിച്ചു എന്ന് മാത്രമല്ല, ഗൺമാന്മാരെ കൊണ്ട് അടിപ്പിച്ച് അവരെ അടിച്ചമർത്തുന്ന ദൃശ്യം നമ്മൾ കണ്ടതാണ്. ആ അടിച്ചമർത്തിയവരെ രക്ഷാപ്രവർത്തനം എന്ന ഓമന പേരിട്ട് വിളിച്ചത് നമ്മൾ കണ്ടതാണ്. പക്ഷെ സാർ, ഞങ്ങൾ പറയുന്നു, രക്ഷാപ്രവർത്തനം എന്ന് നിങ്ങൾ ഓമന പേരിട്ട് വിളിച്ച അതേ രക്ഷാപ്രവർത്തനത്തിന്റെ ഇല AD തോമസ് ഈ 16-ാം നിയമസഭയിലുണ്ട് സാർ. നിങ്ങൾക്ക് പറയാൻ 16-ാം നിയമസഭയിലുണ്ട്. അന്ന് തല്ലിയ ഗൺമാന്മാർ അവർ ഈ സർക്കാർ വന്നതിന് ശേഷം ഒളിവിലാണ് സാർ. അവരെ കാണാൻ സാർ. അതുകൊണ്ട് ഇവിടെ അടിച്ചമർത്താൻ ഞങ്ങൾ അനുവദിക്കില്ല സാർ. ഇവിടെ അങ്ങനെ വളഞ്ഞിട്ട് തല്ലുന്ന ഇടുമ്പന്മാരുടെ ഭരണമായിരിക്കില്ല സാർ. ഇവിടെ ശ്രീ K. കരുണാകരൻ, ശ്രീ ഉമ്മൻചാണ്ടി അവരെ പോലുള്ള ദിഷണാചാരികൾ കാണിച്ചു തന്ന പാതയിലൂടെ ആയിരിക്കും ഞങ്ങൾ പോകുന്നത് സാർ. ഇവിടെ ബേപ്പൂരംഗം കുറെ BJP-യുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറഞ്ഞു. ബഹുമാനപ്പെട്ട ബേപ്പൂരംഗത്തെ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, വിഴിഞ്ഞത്തിന്റെ ഉദ്ഘാടന വേദിയിൽ യോഗി ആദിത്യനാഥിന്റെ കത്തെടുത്ത് വായിച്ചപ്പോ താങ്കൾ അടക്കമുള്ളവർ എവിടെ പോയെന്നോ നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. വിഴിഞ്ഞ ഉദ്ഘാടന വേദിയിൽ KPCC അധ്യക്ഷനെ വിളിക്കാതെ ഒരു MLA പോലും അല്ലാതിരുന്ന BJP സംസ്ഥാന അധ്യക്ഷനെ വിളിച്ചിരുത്തിയപ്പോ താങ്കൾ അടക്കമുള്ളവർ എവിടെ പോയിരുന്നു സാർ? ഇവിടെ ഉമ്മൻചാണ്ടി സാറിന്റെ പേര് പോലും പറഞ്ഞിരുന്നില്ല. കണ്ണൂർ VC നിയമനമാണല്ലോ പറഞ്ഞത്. ആദ്യം ഒരു നിയമനം നടത്തിയാലോ കണ്ണൂരിലെ VC. ആ കണ്ണൂരിലെ VC നിയമനം നടത്തിയപ്പോ നിങ്ങൾ എവിടെയായിരുന്നു സാർ? കണ്ണൂർ വിമാനത്താവളം ആ ഉദ്ഘാടനത്തിന് അമിത്ഷായെ വിളിച്ചു വരുത്തി BJP-യുടെ ദേശീയ പ്രസിഡന്റിനെ വിളിച്ചു വരുത്തിയപ്പോ താങ്കൾ എവിടെയായിരുന്നു? അത് മാത്രമല്ല, ഇവിടെ BJP അംഗം CMRL-ന്റെ MD ആരാണ് എന്നറിയാമോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു. ബഹുമാനപ്പെട്ട BJP അംഗം CMRL-ന്റെ MD-യുടെ അനിയന്റെ പേരെന്നാണ്. അനിയന്റെ പേര് അജിത്ത് കർത്ത എന്നാണ്. അജിത്ത് കർത്ത ആരാണ്? അജിത്ത് കർത്ത RSS-ന്റെ വ്യാപാരി സംഘത്തിന്റെ ചെയർമാനാണ്. ആ അജിത്ത് കർത്തയെ RSS-ന്റെ കാര്യാലയത്തിൽ മഹാരാജി ഭവനിൽ ഒളിപ്പിച്ചു വെച്ചിട്ടാണ് താങ്കൾ അടക്കമുള്ളവർ CMRL-ന്റെ പേര് പറയുന്നത്. അത് മാത്രമല്ല, CMRL-ന്റെ അളിയൻ ഇവിടെ ഉണ്ടല്ലോ. അളിയനും മച്ചമ്പിയും ചേർന്ന കച്ചവടമൊക്കെ പൊട്ടിക്കും എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക.